ഹായ് എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ NTPC എക്സാമിൻ്റെ ഷിഫ്റ്റ് 1 മാത്സിൻ്റെ 30 ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ ആ സെയിം ഷിഫ്റ്റിലെ റീസണിങ്ങിൻ്റെ ബാക്കിയുള്ള 30 ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ 5th ജൂണിലെ ഷിഫ്റ്റ് 1 ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എന്താ ഇത്? മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇഫ് പ്ലസ് മീൻസ് മൈനസ്, മൈനസ് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ എന്താ ഇൻറ്റു മീൻസ് ഡിവിഷൻ. അപ്പോൾ അങ്ങനെയാണ് തന്നിട്ടില്ലേ. അപ്പോൾ ഇതെന്താ നമ്മൾ ഓരോന്നിൻ്റെ സൈൻ മാറ്റി മാറ്റി ഇടണം. അപ്പോൾ ആദ്യം നമുക്കിതാ 32 അതുപോലെ എഴുതാം. പിന്നെന്താ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് ആണെന്ന് പറഞ്ഞു. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണെന്ന് പറഞ്ഞു. ക്ലിയർ? അപ്പോൾ പ്ലസ് പിന്നെന്താ 14. അത് കഴിഞ്ഞിട്ട് എന്താ അഡിഷൻ. പ്ലസ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണെന്ന് പറഞ്ഞു. പ്ലസ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. സോ മൈനസ് എന്താ 16. പിന്നെന്താ മൈനസിന് പകരം ഇൻറ്റു 8. പിന്നെന്താ ഇൻറ്റുവിന് പകരം ഡിവിഷൻ 4. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ബോർഡ് മാസ് റൂളാണ്. ബോർഡ് മാസ് റൂൾ എല്ലാവർക്കും അറിയില്ലേ? അപ്പോൾ അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. സോ നമുക്ക് ഫസ്റ്റ് ഡിവിഷൻ ചെയ്യാം. അപ്പോൾ ഡിവിഷൻ ചെയ്യുമ്പോൾ ഇവിടെ 2 കിട്ടും. ബാക്കി എല്ലാ വാല്യൂസും അതുപോലെ. അപ്പോൾ നിങ്ങൾ ഈ ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? എല്ലാ വാല്യൂവിൻ്റെയും യൂണിറ്റ് പ്ലേസിലുള്ള വാല്യൂ ഡിഫറെൻ്റ് ആണ്. സോ നമുക്ക് എന്താ യൂണിറ്റ് വാല്യൂ നോക്കിയിട്ട് നമുക്ക് എന്താ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാത്തിൻ്റെയും യൂണിറ്റ് വാല്യൂ മാത്രം നോക്കിയാൽ മതി. നമ്മൾ എന്താ വലിയ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്യാൻ പോകുന്നത് എന്തിനാ? നമുക്ക് യൂണിറ്റ് പ്ലേസ് മാത്രം നോക്കിയാൽ മതി. സോ ഇവിടുത്തെ യൂണിറ്റ് പ്ലേസ് 2 ആണ്. ഇവിടുത്തെ ആണെങ്കിൽ 4 ആണ്. അപ്പോൾ 2 + 4 മൈനസ് ഇതെന്താ 6 ഇൻറ്റു 2. അപ്പോൾ ഇങ്ങനെയാണ് യൂണിറ്റ് പ്ലേസ് മാത്രം നോക്കുമ്പോൾ കിട്ടുന്നത്. ഇനി എന്താ 2 + 4 മൈനസ് 6 ഇൻറ്റു 2 12. അപ്പോൾ യൂണിറ്റ് പ്ലേസിൽ 2. സോ എന്താ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 4 ആണ് കിട്ടുക. 4 കിട്ടിയാൽ നമുക്കറിയാം ഒറ്റ വാല്യൂ മാത്രമേ ഉള്ളൂ. സോ 14 ആണ് ആൻസർ. സോ നമ്മൾ ഒരുപാട് മൾട്ടിപ്ലിക്കേഷനോ അഡിഷനോ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. യൂണിറ്റ് പ്ലേസ് മാത്രം നോക്കിയാൽ മതി. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ആൽഫ ന്യൂമറിക് സിമ്പിൾ സീരീസ് ആണ്. ആൽഫ ന്യൂമറിക് സിമ്പിൾ. അപ്പോൾ 3 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യനിലും പറയുന്നത് എന്താ? ഹൗ മെനി സച്ച് നമ്പേഴ്സ് ആർ. അപ്പോൾ നമ്പർ ആണ് ചോദിക്കുന്നത്. ദർ ഈച്ച് ഓഫ് വിച്ച് ഈസ് ഇമ്മീഡിയറ്റ്ലി പ്രിസൈഡഡ് ബൈ സിമ്പിൾ. അപ്പോൾ നമ്പർ അതിന് തൊട്ട് മുന്നേ സിമ്പിൾ വരണം. ഓൾസോ ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ എ നമ്പർ സിമ്പിൾ. സോ എന്താ സിമ്പിൾ, നമ്പർ, സിമ്പിൾ. അതുപോലുള്ള എത്ര പേരുണ്ടെന്നാണ് ചോദിക്കുന്നത്. സോ നമുക്കിവിടെ നോക്കിയാൽ എന്താ എവിടെയാണ് നമ്പർ ഉള്ളത്? ഇവിടെ നമ്പർ ഉണ്ട്, പക്ഷേ സിമ്പിൾ ഇല്ല. സിമ്പിൾ ഇവിടെ മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ടില്ല. സോ നമുക്കിതാ ഇവിടെ ഇതൊന്ന് കാണാൻ പറ്റും. ഇതൊരു പേരാണ്. വേറെ ഏതാ പേര് വരുന്നത്? അതുപോലത്തെ വേറെ സിമ്പിൾ, നമ്പർ, വേറെ അതുപോലത്തെ പേരില്ല. ഒറ്റ പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പേര് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ഏതാണ്? സി ആണ് കറക്റ്റ്. ഒരു പേര് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വീണ്ടും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഇന്റർചേഞ്ച് ചെയ്യുന്നതാണ്. എന്താ? പ്ലസ് എന്ന് പറയുന്നത് മൈനസ് ആവും, മൈനസ് എന്ന് പറയുന്നത് പ്ലസ് ആവും. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആവും, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും. അത്രയേ ഉള്ളൂ. സോ ഇവിടെ എന്താ 38 ഡിവിഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആയി 38 ഇൻറ്റു 21. പിന്നെന്താ പ്ലസ് മൈനസ് ആയി 436 ഇൻറ്റു എന്ന് പറയുന്നത് ഡിവിഷൻ ആയി. സോ 4 മൈനസ് പ്ലസ് ആയി 73. ഇത്രയാണ് വന്നിട്ടുള്ളത്. സോ യൂണിറ്റ് പ്ലേസ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. സോ നമുക്ക് എന്താ യൂണിറ്റ് ഡിജിറ്റ് മെത്തേഡിൽ ചെയ്യാം. സോ എന്താണ് ഇവിടെ നോക്കി ആദ്യം ഡിവിഷൻ നമ്മൾ അല്ലാണ്ട് ചെയ്യണം. സോ ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 436/4 എത്ര കിട്ടും? 10 36 9 109 എന്ന് കിട്ടും. സോ ഇതെന്താ കിട്ടുക? 109. ഇനി ബാക്കി യൂണിറ്റ് ഡിജിറ്റ് നോക്കാം. ഇവിടുത്തെ നോക്കിയാൽ 8 ഇൻറ്റു 1 മൈനസ് ഇവിടെ എന്താ 9 പ്ലസ് ഇവിടെ 3 ആണ്. അപ്പോൾ 8 ഇൻറ്റു 1 8 മൈനസ് 9 പ്ലസ് 3. 8 3 11 11 മൈനസ് 9 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 ആണ് കിട്ടുക. സോ എന്താ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. സിമ്പിൾ അല്ലേ? ഇത്രയും സിമ്പിളാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ എന്താ നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യണമെന്ന് നമ്മൾ അവിടെ പഠിച്ചു നോക്കുക. അതായത് പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം നമ്മൾ ഇത് യൂണിറ്റ് ഡിജിറ്റ് മെത്തേഡ് ചെയ്യാം. അല്ലെങ്കിൽ എന്താ ഇതൊക്കെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കില്ലേ? 38 ഇൻറ്റു 21. അപ്പോൾ നമ്മളെന്താ യൂണിറ്റ് ഡിജിറ്റ് നോക്കിയാൽ സിമ്പിളായിട്ട് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തൊരു പസിലാണുള്ളത്. 7 ബോക്സ് ആണുള്ളത്. അപ്പോൾ ആർ കെപ്റ്റ് ഓൺ ഓവർ ദ
one over the other but not necessary in same order. No box is kept above F. above എന്താ എത്ര ബോക്സ് ആണുള്ളത്? 7 ബോക്സ് ആണുള്ളത്. സോ നമ്മൾ 1 മുതൽ 7 വരെ ബോക്സ് ഉണ്ട്. ഒന്നിന് മേലെ ഒന്ന് വെച്ചിട്ട് 7 ബോക്സ് ഉണ്ട്. 1 2 3 4 5 6 7. അപ്പോൾ ഇത്രയും ബോക്സ് ആണുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? നോ ബോക്സ് ഈസ് കെപ്റ്റ് എബോവ് എഫ്. അപ്പോൾ എഫിന് മേലെ വേറെ ബോക്സ് ഇല്ല. സോ എഫ് ഇവിടെയാണ്. ക്ലിയർ? അടുത്തെന്താ? ഓൺലി 3 ബോക്സ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ബി. എഫും ബിയും തമ്മിൽ 3 ബോക്സ് ആണ് അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുള്ളത്. സോ എന്താ 3 ബോക്സ് വരുമ്പോൾ ഇവിടെയാണ് എഫും ഇവിടെ ബി വരും. സോ ഇതിൻ്റെ ഇടയിൽ 3 ബോക്സ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ ഇതും ആയി. അടുത്ത ഓൺലി 1 ബോക്സ് ഈസ് കെപ്റ്റ് ബിറ്റ്വീൻ ജി ആൻഡ് ഡി. ജിൻ്റെയും ഡിൻ്റെയും ഇടയിൽ ഒരു ബോക്സ് മാത്രമാണ്. ജിൻ്റെയും ഡിൻ്റെയും ഇടയിൽ ഒരു ബോക്സ് മാത്രമാണ്. സോ എന്താ അത് നമുക്ക് എവിടെ വെക്കാം? ജിയും ഡിയും. അത് നമുക്ക് ഇപ്പം അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ അതവിടെ വെക്കാം. ഡി ഈസ് കെപ്റ്റ് ഇമ്മീഡിയറ്റ്ലി അബോവ് ബി. അപ്പോൾ ഡി എന്ന് പറയുന്നത് ബിൻ്റെ മേലെയാണ്. സോ നമുക്കിതാ ഇവിടെ ഡി ആണെന്ന് കിട്ടി. ഡി ആണെന്ന് കിട്ടിയാൽ നമുക്ക് എന്താ? ജിയും ഡിയും ഒന്നിൻ്റെ മാത്രമേ ഗ്യാപ്പുള്ളൂ. സോ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ജി കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഇതാ ഇവിടെ വേണമെങ്കിൽ ജി കൊടുക്കാം. ഈ 2 പ്ലേസിൽ നമുക്ക് ജി കൊടുക്കാം. ക്ലിയർ? അപ്പോൾ ഏത് പ്ലേസിലാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതാ ഇത് നമ്മൾ എഴുതി, ഇതും എഴുതി. ഓൺലി 4 ബോക്സസ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ ജി ആൻഡ് സി. അപ്പോൾ ജിൻ്റെയും സിൻ്റെയും ഇടയിൽ 4 ആൾക്കാർ ഉണ്ടാവണം, 4 ബോക്സ് ഉണ്ടാവണം. സോ നമ്മൾ ഇതാ ഇവിടെ ജി വെച്ചാൽ എത്ര ബോക്സ് ഇവിടെ വെക്കാം? 1 2 3 4. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ ആയിരിക്കും സി. ഇനി അതല്ല, നമ്മൾ അടുത്ത ഓപ്ഷൻ, നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടല്ലോ, സെക്കൻഡ് ഓപ്ഷൻ നമ്മളിതാ ഇവിടെയാണ് ജി കൊടുക്കുന്നത്. 2ൽ ജി വെച്ചാൽ നമുക്ക് 1 2 3 4. ബാക്കി ഇവിടെ ആയിരിക്കും സി വരേണ്ടത്. അപ്പോൾ എന്താ അവിടെ ഓൾറെഡി നമ്മൾ എഫ് എഴുതി കഴിഞ്ഞു. അപ്പോൾ അവിടെ സി വരില്ലല്ലോ. അപ്പോൾ എന്താ ഈ പോസിബിലിറ്റി നമുക്ക് ക്യാൻസൽ ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഈ പോസിബിലിറ്റി നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. മനസ്സിലായില്ലേ? അതായത് ഈ എഫ് ഉള്ള പ്ലേസിൽ അപ്പോൾ സി വരേണ്ടി വരും. നമ്മൾ ഓൾറെഡി അവിടെ എഫ് ഫിക്സ് ചെയ്തു. അപ്പോൾ സിക്ക് പറ്റില്ല. സോ സെക്കൻഡ് കണ്ടീഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ ഇങ്ങനെയാണ് കിട്ടുക. ഇനി എന്താ ചോദിക്കുന്നത്? ഇനി ചോദിക്കുന്നത്, പക്ഷെ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? നിങ്ങൾ ഇത്രയും ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഹൗ മെനി ബോക്സസ് ആർ കെപ്റ്റ് ബിലോ ഡി. അപ്പോൾ ഡിൻ്റെ താഴെ എത്ര ബോക്സ് ഉണ്ടെന്ന് മാത്രമാണ് ചോദിക്കുന്നത്. സോ നമ്മൾ ഓൾറെഡി നേരത്തെ ജി കണ്ടുപിടിച്ച് വെച്ചു. അത്രമാത്രം കണ്ടുപിടിച്ചാൽ നമ്മൾ. അപ്പോൾ ജിൻ്റെ താഴെ എത്ര? 3 ബോക്സ് ആണുള്ളത്. അപ്പോൾ 3 ആൻസർ. ബാക്കി നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ജിയും ഇതൊന്നും കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. നമ്മളിതാ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ, ഫസ്റ്റത്തെ ലൈൻ വായിക്കുമ്പോൾ നമുക്ക് എഫ് കിട്ടി. സെക്കൻഡ് ലൈൻ വായിക്കുമ്പോൾ നമുക്ക് ബി കിട്ടി. തേർഡ് ലൈൻ വായിക്കുമ്പോൾ നമുക്ക് ഇതാ ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് ഡിയും കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജി ഒന്നും അറേഞ്ച് ചെയ്യാൻ നിൽക്കണ്ട. കാരണം എന്താ? ഇതിന് ഡിൻ്റെ താഴെ എത്ര ആൾക്കാരുണ്ടെന്ന് മാത്രമാണ് ചോദിച്ചത്. സോ നമുക്ക് എന്താ ഓപ്ഷൻ സി ആണ് കിട്ടുക. ഇനി വേണമെങ്കിൽ അതാ നമുക്ക് ബാക്കി ചെയ്യാം. ഓൺലി 4 ബോക്സസ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ ജി ആൻഡ് സി. നമ്മൾ അറേഞ്ച് ചെയ്തു. എ ഈസ് കെപ്റ്റ് ഇൻ സം പ്ലേസ് എബോവ് ഇ. അപ്പോൾ ഇവിടെ ആയിരിക്കും എ, ഇവിടെ ആയിരിക്കും ഇ. ഫുൾ അറേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ക്വസ്റ്റ്യനിൽ ആവശ്യമുള്ളതെന്ന് നോക്കുക. നമ്മളിതിന് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിന് പോകുന്ന ആൾക്കാരോട് ആണ് പറയുന്നത്. നമ്മൾ ആദ്യം ഇവിടെ ഈ പസിൽ വന്നാൽ എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ഫുള്ള് പസിൽ സോൾവ് ചെയ്യാൻ നിൽക്കണ്ട. നമ്മൾ എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചതെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ അവിടെ നിർത്തുക. ക്ലിയർ? അപ്പോൾ അങ്ങനെ ചെയ്യാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതെന്താ? ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ എന്താ? ഇവിടെ നമ്മൾ ആദ്യം നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഇത് നിങ്ങളിങ്ങനെ വരച്ച് വെക്കുക. ബാക്കി ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് അതുപോലെ എഴുതി വെക്കാം. എന്താ? എ. അപ്പോൾ എ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ പോയിന്റ് എ ആൻഡ് ഡ്രൈവ് 12 കിലോമീറ്റർ ടുവാർഡ്സ് ഈസ്റ്റ്. ഈസ്റ്റ് ഏതാ? ഈസ്റ്റ് ഇങ്ങോട്ടല്ലേ. സോ ഇങ്ങോട്ട് 12 കിലോമീറ്റർ പോയി. അത് കഴിഞ്ഞിട്ട് എന്ത് പറയുന്നു? ടേൺ ലെഫ്റ്റ് ആൻഡ് ഡ്രൈവ് 9 കിലോമീറ്റർ. സോ ഇവിടുന്ന് ലെഫ്റ്റ് ഏതാണ്? അതായത് ഇങ്ങോട്ടാണ് ഒരാൾ പോകുന്നത്. അപ്പോൾ അയാളുടെ ലെഫ്റ്റ് ഇങ്ങോട്ടല്ലേ. അപ്പോൾ ഇവിടത്തേക്ക് 9 കിലോമീറ്റർ പോയി. ഇനി എന്താ? പിന്നെ വീണ്ടും അയാൾ ലെഫ്റ്റ് എടുത്തു, വീണ്ടും ലെഫ്റ്റ് എടുത്തു. അപ്പോൾ ഇങ്ങനെ പോകുന്ന ആളുടെ വീണ്ടും ലെഫ്റ്റ് ഏതാണ്? ലെഫ്റ്റ് ഇതാണ്. സോ ഇവിടെ 13 കിലോമീറ്റർ പോയി. സോ എഗെയിൻ ലെഫ്റ്റ് എടുത്തു, വീണ്ടും ലെഫ്റ്റ് എടുത്തു. എത്ര കിലോമീറ്റർ? 11 കിലോമീറ്റർ ആണ് പോകുന്നത്. സോ ഇങ്ങനെ പോകുന്ന ആളുടെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. സോ 11 കിലോമീറ്റർ പോയി. ക്ലിയർ? അത് കഴിഞ്ഞിട്ട് ഹി ടേക്ക് ഫൈനൽ ലെഫ്റ്റ്. സോ ഇങ്ങനെ പോകുന്ന ആളുടെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. സോ 1 കിലോമീറ്റർ എങ്ങോട്ട് പോയി. സോ ഈ 1 കിലോമീറ്റർ അതായത് ഇവിടുന്ന് ഇവിടത്തേക്ക് 12 ആണ്, ഇവിടുന്ന് ഇവിടത്തേക്ക് 13 ആണ്. സോ ഇത് 1 കിലോമീറ്റർ. അപ്പം നേരെ ഇതിൻ്റെ താഴെ നമ്മൾ എത്തിയപ്പോൾ
അപ്പോൾ ഏത് പോയിന്റിലെത്തി? പി എന്ന പോയിന്റിലെത്തി. ക്ലിയർ? ഇനി ചോദിച്ചത് ഹൗ ഫാർ ആൻഡ് ടുവേഴ്സ് വിച്ച് ഡയറക്ഷൻ ഷുഡ് ഹി ഡ്രൈവ് ഇൻ ഓർഡർ ടു റീച്ച് പോയിന്റ് എ. അപ്പോൾ പോയിന്റ് എയിലേക്ക് എത്തണമെങ്കിൽ ഏത് ഡയറക്ഷനിലേക്ക് ഡ്രൈവ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. സോ പിന്ന് ഏത് ഡയറക്ഷനിലേക്കാണ് ഡ്രൈവ് ചെയ്യേണ്ടത്? പിന്ന് നമ്മൾ നേരെ ഡ്രൈവ് ചെയ്യേണ്ടത് ഏത് ഡയറക്ഷനിലാണ്? നോർത്തിലേക്കാണ് ഡ്രൈവ് ചെയ്യേണ്ടത്. ഇനി എത്ര കിലോമീറ്റർ ഡ്രൈവ് ചെയ്യണം? അതായത് നമുക്കറിയാം ഇവിടുന്ന് ഇവിടത്തേക്ക് 9 ആണ്, ടോട്ടൽ 11 ആണ്. അപ്പോൾ ബാക്കി എത്രയാ? ഈ ലെങ്ത് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 കിലോമീറ്റർ നോർത്തിലേക്ക് ഡ്രൈവ് ചെയ്യണം. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 2 കിലോമീറ്റർ നോർത്തിലേക്ക് ഡ്രൈവ് ചെയ്തു. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇത് 5ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താ? സ്റ്റഡി ദ ഗിവൻ വെൻ ഡയഗ്രാം. അപ്പോൾ വെൻ ഡയഗ്രാം ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്താ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ദ നമ്പർ ഇൻ ഡിഫറെൻറ്റ് സെഷൻ. എന്താ? ഹൗ മെനി, ഇവിടെ ഇത്ര മാത്രമാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഹൗ മെനി ഷെഫ്സ് ആർ ദെയർ ഹു ആർ ഓൾസോ ടീച്ചേഴ്സ് ബട്ട് നോട്ട് ലോയർ. എന്താ? ലോയേഴ്സ്. അപ്പോൾ ലോയർ അല്ലാത്ത ഷെഫ് അവർ ടീച്ചർ ആയിരിക്കണം. അപ്പോൾ ഷെഫ് എന്ന് പറയുന്നത് ടീച്ചർ ആയിരിക്കണം, പക്ഷേ ലോയർ ആവാൻ പാടില്ല. സോ എന്താ? ലോയർ ഫുള്ള് നമുക്ക് ക്യാൻസൽ ചെയ്യാം, ഇതാവാൻ പാടില്ല. പിന്നെ ഷെഫ് ഏതാണ്? ടീച്ചർ ആയിരിക്കണം. സോ ആ ഓപ്ഷൻ ഏത് മാത്രമാണ്? ഇതാണ്. ഷെഫായതും ടീച്ചർ ആകുന്നത് രണ്ടും കൂടി ആയിട്ടുള്ള ആൾക്കാർ എത്രയാണ്? 9 മാത്രമാണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. സിമ്പിൾ, കാണുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ഇവിടെ നോക്കിയേ, ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 3-4 ക്വസ്റ്റ്യൻ ഇതുപോലത്തെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇവിടെ നോക്കിയേ, ആഷ് തന്നിട്ടുണ്ട്, പേഴ്സൻറ്റേജ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് എന്താ? ലെറ്റർ ഏതാണെന്ന് നമ്മൾ നോക്കണം. അതായത് എന്താ? ഈ ആഷിന് പകരം ഇതിലുള്ള ഏതോ ഒരു വാല്യൂ നമുക്കിവിടെ കൊടുക്കാം. ഈ പെർസെൻറ്റേജിന് പകരം ഇതിലുള്ള ഏതോ ഒരു ലെറ്റേഴ്സ് നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, ഇപ്പോൾ എക്സ് എച്ച് പി നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ ഇവിടെ ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഓപ്ഷൻ ഓരോ ഓപ്ഷനും ഇട്ട് നോക്കിയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം എച്ച് എക്സ് എ, അപ്പോൾ ഇതും തമ്മിൽ ഉള്ള ബന്ധം നമ്മൾ നോക്കണം. ക്ലിയർ? അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം നോക്കാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം. നമ്മൾ ഈ റീസണിങ്ങിന് നമ്മൾ എന്താ? പ്ലേസ് വാല്യൂ പഠിക്കണം. ഓരോ നമ്പേഴ്സിൻ്റെയും പ്ലേസ് വാല്യൂ നമ്മൾ പഠിക്കണം. എങ്ങനെയാണ്? ഇപ്പോൾ എന്റെ വാല്യൂ എന്താ? 1, ബിൻ്റെ 2, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ പഠിക്കണം. സെഡിൻ്റെ 26. അപ്പോൾ അങ്ങനെയുള്ള വാല്യൂസ് പഠിച്ചാൽ നമുക്കിത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മളെന്താ? എക്സിൻ്റെ വാല്യൂ എത്രയാണ്? എക്സിൻ്റെ 24 ആണെന്ന് അറിയാം. അപ്പോൾ വിൻ്റെ എത്രയാണ്? വിൻ്റെ എന്ന് പറഞ്ഞാൽ 22 ആണ്. എക്സിൻ്റെ 24 ആണ്, വിൻ്റെ 22 ആണ്. നോക്കിയേ, അപ്പോൾ -2ൻ്റെ ഡിഫറൻസ് ആണ് ഉള്ളത്. അടുത്ത നമ്മൾ എച്ചിൻ്റെ നോക്കിയാലോ? എച്ചിൻ്റെ നോക്കിയാൽ 8 ആണ് വരുന്നത്. ഇതും എച്ചിൻ്റെ 8 ആണ് വരുന്നത്. അപ്പോൾ ഈൻ്റെ നോക്കിയാലോ? 5 ആണ് വരുന്നത്. സോ -3 വരും. ക്ലിയർ? അടുത്ത എൻ്റെ നോക്കിയാൽ എല്ലാവർക്കും അറിയാം 1 ആണ്. പിന്നെന്താ? സീൻ്റെ നോക്കിയാൽ നമുക്കറിയാം എന്താണ്? 3 ആണ്. ക്ലിയർ? അപ്പോൾ 1 നിന്ന് 3ലേക്ക് പോയി. 1 നിന്ന് 3ലേക്ക് പോകുമ്പോൾ +2 ആണ് വന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ ഒരു പാറ്റേൺ കിട്ടിയത്. അപ്പോൾ ഈ സെയിം പാറ്റേൺ, അതായത് ഫസ്റ്റത്തെ ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ഇതാണ് പാറ്റേൺ കിട്ടിയത്. ഈ സെയിം പാറ്റേൺ നമുക്ക് ഇവിടുത്തെ ഓപ്ഷൻ എടുക്കുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ എന്താ? ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആഷ് എന്ന് പറഞ്ഞാൽ ആദ്യമാണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ എക്സ് എച്ച് ഇ അങ്ങനെ വരുമ്പോഴാണ് ഈ ഓപ്ഷൻ വരുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? പെർസെൻറ്റേജ് രണ്ടാമതാണ് വരുന്നത്. സോ സെഡ് കെ വൈ ഇങ്ങനെയാണ് ഓപ്ഷൻ വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ സെയിം സംഭവം ആണെങ്കിൽ നമുക്ക് എന്താ? ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ബിൻ്റെ വാല്യൂ എത്രയാണ്? ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 ആണ്. ഇനിയോ സെഡ് എന്ന് പറഞ്ഞാൽ എത്രയാ? 26 ആണ്. അപ്പോൾ എന്താണ്? ബി 2 ആണ്, സെഡ് 26 ആണ്. അപ്പോൾ എത്രയാണ് വരുന്നത്? -2 തന്നെയാണ് വരുന്നത് അല്ലേ? 2 26, അതായത് ബാക്കിലേക്ക് പോകണം. സെഡ് കഴിഞ്ഞിട്ട് എ ബി, ഇതിൻ്റെ 26, ഇതിൻ്റെ 2. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് എത്രയാ? -2 അല്ലേ? ബിന്ന് സെഡിലേക്ക് -2ൻ്റെ ദൂരമാണ് ഉള്ളത്. സോ അത് കറക്റ്റ്. അടുത്തത് ഇനി n എന്ന് കെയിലേക്കാണ്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? n എന്ന് പറഞ്ഞാൽ നമുക്ക് 14 ആണ്.
കെ എന്ന് പറഞ്ഞാൽ എത്രയാണ്? കെ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 11 സോ നമുക്കറിയാം എത്രയാ? -3 വന്നു. ക്ലിയർ? അടുത്ത എത്രയാ? ഡബ്ല്യുവിൻ്റെ 23 ക്ലിയർ? ഈ വാല്യൂ അറിയില്ലെങ്കിൽ നിങ്ങൾ എന്താ ഇത് എണ്ണി നോക്കിയാലും മതി. ക്ലിയർ? അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാലും മതി. ക്ലിയർ? വാല്യൂ പെട്ടെന്ന് ബൈ ഹാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് ബുക്കിൽ എഴുതേണ്ട ടൈം നമുക്ക് നഷ്ടമാവും. ക്ലിയർ? അപ്പോൾ 23 ഡബ്ല്യു. വൈ എന്ന് പറയുന്നത് എത്രയാണ്? 25. സോ ഇവിടെ +2 ആണ് വരുന്നത്. സോ എന്താ നമ്മുടെ സെയിം പാറ്റേൺ ഇവിടെ കിട്ടിയില്ലേ? നേരത്തെ സെയിം പാറ്റേൺ കിട്ടി. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്താ? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് മാറിപ്പോകരുത്. അതായത് ഹാഷ് എന്ന് പറയുന്നത് ആദ്യമാണ് വരേണ്ടത്, പെർസെൻറ്റേജ് എന്ന് പറയുന്നത് രണ്ടാമതാണ് വരേണ്ടത്. ക്ലിയർ? ആ കാര്യം മനസ്സിലാക്കി വെക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത എന്താ? ഓർഡറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഓർഡറിൻ്റെ ക്വസ്റ്റ്യൻ. ഇന്നേരോ ടോട്ടൽ എത്രയാ? ടോട്ടൽ എന്ന് പറയുന്നത് 73 ആൾക്കാരുണ്ട്. ഫേസിങ് നോർത്ത്. എല്ലാവരും നോർത്തിലേക്കാണ് പോകുന്നത്, ഫേസ് ചെയ്യുന്നത്. ഗീത ഈസ് 16th ഫ്രം ദ ലെഫ്റ്റ്. അപ്പോൾ ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. സോ ഗീത എന്ന് പറയുന്നത് 16th ആണ്. അപ്പോൾ എന്താ? ഗീതക്ക് തൊട്ട് മുന്നേ 15 ആൾക്കാരുണ്ടാവും. അടുത്തത് ഇഫ് സുനിത ഈസ് 21st ടു ദ റൈറ്റ് ഓഫ് ഗീത. അപ്പോൾ സുനിത എന്ന് പറയുന്നത് ഗീതൻ്റെ അടുത്ത് നിന്ന് 21st ആണ്. സോ ഇതിൻ്റെ ഇടയിൽ എത്ര? 20 ആൾക്കാരുണ്ടാവും. 20 ആൾക്കാരുണ്ടാവും. സുനിത എന്ന് പറയുന്നത് ഗീത കഴിഞ്ഞിട്ട് 20 ആൾക്കാരും പിന്നെ ഒരാളും. ഗീത കഴിഞ്ഞിട്ട് 21ാമതാണ് സുനിത. സോ അതിൻ്റെ ഇടയിൽ എത്രയുണ്ടാവും? 20 ആൾക്കാരുണ്ടാവും അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ബാക്കി ഇവിടെ എത്ര ആളുണ്ടാവും? ഇത് ലെഫ്റ്റ് എന്നാണെന്ന് പറഞ്ഞു. സോ ലെഫ്റ്റ് എന്ന് 16ാമതാണ് ഗീത. അപ്പോൾ അവിടുന്ന് 21ാമതാണ് സുനിത. ക്ലിയർ? അപ്പോൾ ബാക്കി ഇത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ എന്താ? സുനിതാസ് പൊസിഷൻ ഫ്രം റൈറ്റ് എൻഡ്. അപ്പോൾ റൈറ്റ് എൻഡിൽ നിന്ന് സുനിതേൻ്റെ പൊസിഷൻ എന്താണ്? സോ അതാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. അപ്പോൾ ടോട്ടൽ എത്രയാ? ടോട്ടൽ 73 ആൾക്കാരാണ്. സോ അതിൽ നിന്ന് നമ്മൾ ഇത്രയും മൈനസ് ചെയ്യാം. 15ഉം ഗീത 16, 16ഉം 20ഉം 36 മൈനസ് ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും? 37 ആണെന്ന് കിട്ടും. ക്ലിയർ? ഓപ്ഷൻ ഡി അല്ലേ കറക്റ്റ്? കിട്ടിയില്ലേ? അതായത് ഇവിടുന്ന് റൈറ്റ് എന്ന് സുനിതേൻ്റെ പൊസിഷനാണ് ചോദിക്കുന്നത്. അപ്പോൾ സുനിതേനെ നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ല. കൂട്ടണം. അതെവിടെ കൂട്ടണം? അപ്പുറം കൂട്ടണം. സോ സുനിത കഴിഞ്ഞിട്ട് എത്ര ആൾക്കാരുണ്ട് അത് നമ്മൾ കുറച്ചാൽ മതി. 73 സുനിത കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെ നമ്മൾ കുറക്കാം. സോ ഇവിടുന്ന് ഇവിടത്തേക്ക് 15ഉം പിന്നെ ഗീത 16 പിന്നെ 20 ആൾക്കാർ 36 ആൾക്കാരെ കുറച്ചാൽ നമുക്ക് സുനിതേൻ്റെ വാല്യൂ കിട്ടും. ക്ലിയർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അടുത്ത നോക്കിയേ, നമ്പർ സിസ്റ്റത്തിൻ്റെ വീണ്ടും നോക്കിയേ, നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ആണ് ഈ നമ്പർ ആ ലെറ്റർ പഠിച്ചു വെച്ചാൽ നമുക്ക് കിട്ടാവുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഇവിടെ എച്ചും എല്ലും. അപ്പോൾ ഇതിൻ്റെ ഏത് പേരാണ് റോങ് ആയിട്ടുള്ളതെന്ന് ചോദിക്കുന്നത്. സോ നമുക്കറിയാം എച്ചും എല്ലും. അപ്പോൾ എച്ച് കഴിഞ്ഞിട്ട് ജെയിലേക്ക് എത്രയാ? +2 അല്ലേ? എച്ച് 8 ജെ എന്ന് പറയുന്നത് എത്രയാണ്? 10 +2 ആണ് വരിക. ക്ലിയർ? അടുത്തെന്താ? എല്ലും എന്നും തമ്മിൽ എത്രയാ? അതും +2 അല്ലേ? എൽ എന്ന് പറയുന്നത് 12 എൻ എന്ന് പറയുന്നത് 14 അതും +2 ആണ്. സോ ഫസ്റ്റത്തെ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി എമ്മും കെയും തമ്മിലോ? എമ്മും കെയും തമ്മിലാവുമ്പോൾ എം എത്രയാണ്? 13. കെ എന്ന് പറയുന്നത് എത്രയാണ്? 11. അപ്പോൾ അവിടെ തെറ്റി. സോ നമുക്ക് ഇത് നോക്കാം. അതിന് എൻ എന്ന് പറയുന്നത് എത്രയാണ്? എൻ എന്ന് പറയുന്നത് 14, പി എന്ന് പറയുന്നത് 11. സോ എന്നും പിയും തമ്മിൽ അവിടെ നിന്നും എന്താണ്? -2 ആണ്. അപ്പോൾ എന്നും പിയും, എൻ എന്ന് പറയുന്നത് 14, പി എന്ന് പറയുന്നത് 16. സോ ഇവിടെ +2 ആണ്. ക്ലിയർ? അവിടെയും +2 ആണ്. അടുത്തത് ഇത് നോക്കിയാലോ, എസും യുവും. അപ്പോൾ യു എന്ന് പറയുന്നത് എന്താണ്? 21. എസ് എന്ന് പറയുന്നതോ? എസ് എന്ന് പറയുന്നത് 19, യു 21. സോ ഇവിടെയും +2 ആണ് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് മാത്രം തെറ്റാണ്. ഓപ്ഷൻ ബി മാത്രം തെറ്റാണ്. ക്ലിയർ അല്ലേ? ഓപ്ഷൻ ബി മാത്രം തെറ്റ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കിയേ, എന്താ? നമ്മുടെ ആഷും പെർസെൻറ്റേജും കണ്ടുപിടിക്കണം. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ സെയിം ആയിട്ട് ചെയ്യാം. അതെങ്ങനെ ചെയ്യാം?
ഓരോ ഓപ്ഷൻ എടുത്ത് നോക്കുക ചെയ്യാം. എഫ് എന്ന് ജെയിലേക്ക്, അതായത് ഇതിൻ്റെ ഫസ്റ്റ് എഫ് ഇതിൻ്റെ ജെ ആണ്. സോ എഫ് എന്ന് ജെയിലേക്ക്, എഫിൻ്റെ നമ്പർ എത്രയാണ്? എഫ് എന്ന് ജെയിലേക്ക് നമുക്കറിയാം എഫ് എന്ന് പറഞ്ഞാൽ 6 ആണ്, ജെ എന്ന് പറഞ്ഞാൽ 10 ആണ്. സോ എഫ് എന്ന് ജെയിലേക്ക് എത്രയാണ് വരണ്ടേ? +4. സോ ആ സെയിം സംഭവം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ നോക്കാം. ഐ എന്ന് എമ്മിലേക്ക്, ഐൻ്റെ വാല്യൂ എത്രയാണ്? ഐ എന്ന് പറഞ്ഞാൽ 9 ആണ്, എം എന്ന് പറഞ്ഞാൽ 13 ആണ്. സോ ഇവിടെ നമുക്ക് +4 കിട്ടുന്നുണ്ട്, സെയിം ആണ്. പക്ഷേ നമ്മൾ ഇവിടെ നോക്കിയേ, എച്ച് എന്ന് എച്ചിലേക്ക് 0, പക്ഷേ ജിയും യു ആണുള്ളത്. സോ ഇത് തെറ്റാണ്. സോ ഓപ്ഷൻ എ തെറ്റ്. ഒന്നാമത്തെ തെറ്റാണെന്ന് കിട്ടി. രണ്ടാമത്തെ നോക്കാം, ഡി എന്ന് ജെയിലേക്ക് നോക്കിയാൽ ഡിൻ്റെ വാല്യൂ എത്രയാണ്? ഡി നമുക്കറിയാം 4. ജെയിൻ്റെ വാല്യൂ എത്രയാണ്? ജെയിൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? 9 അല്ലേ? ഡി 4ഉം ജെ എന്ന് പറയുന്നത് 10 ആണ്, ജെ 10. അപ്പോൾ +6. ഓക്കെ, +6. സോ സെയിം നമുക്കിവിടെ കിട്ടുന്നുണ്ടോ? ഐ എന്ന് 6 ആഡ് ചെയ്താൽ ഐ എന്ന് പറയുന്നത് എത്രയാണ്? ഐ എന്ന് പറയുന്നത് 9. 9ഉം 6ഉം 15. 15 എന്ന് പറഞ്ഞാൽ ഓ ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ 9ഉം 6ഉം എത്രയാണ്? 15. ഓ ആണ് വരേണ്ടത്, പക്ഷേ എൻ ആണ് വന്നിട്ടുള്ളത്. സോ ഇത് റോങ് ആണ്. അടുത്ത ഓപ്ഷൻ ഇ എന്ന് നേരെ ജെയിലേക്ക്, ഇ എന്ന് പറയുന്നത് എത്രയാണ്? ഇ എന്ന് നമുക്ക് പറയുന്നത് 5 ആണ്. ജെ എന്ന് പറയുന്നത് എത്രയാണ്? ജെ എന്ന് പറയുന്നത് 10 ആണ്. സോ +5. സോ ആ +5 സെയിം നമുക്ക് ഐ എന്ന് എന്നിലേക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. ഐ എത്രയാണ്? ഐ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 9 ആണ്. എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഐ എന്ന് 9. അപ്പോൾ 9ഉം 5ഉം 9 5 14. 14 കിട്ടുന്ന വാല്യൂ ഏതാണ്? n തന്നെയാണ്. സോ ഇത് +5 കറക്റ്റ്. അടുത്തത് നോക്കാം, ജി എന്ന് എല്ലിലേക്ക്. ജി എന്ന് പറയുന്നത് എത്രയാണ്? ജിൻ്റെ വാല്യൂ 7 ആണ്. എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 12 ആണ്. സോ 5. ഇവിടെയും +5. സെയിമാണ് ഇവിടെ കിട്ടുന്നത്. നോക്കാം, കെ എന്ന് പിയിലേക്ക്. കെ എന്ന് പറയുന്നത് എത്രയാണ്? 11 ആണ്. പി എന്ന് പറയുന്നതോ 16. സോ അവിടെയും 5 ആണ്. അപ്പം അതും കിട്ടി. ഇനി സി എന്ന് എച്ചിലേക്ക്. എത്രയാണ്? അതും 5 അല്ലേ? സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. സോ 5. അപ്പോൾ ജി എന്ന് എല്ലിലേക്ക്. ജിൻ്റെ വാല്യൂ എത്രയാണ്? ജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. എൽ എന്ന് പറഞ്ഞാൽ എത്രയാ? 12 അല്ലേ? 12. സോ അതും 5 ആണ്. എന്താ? ഇത് കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. സോ നമ്മൾ ആ വാല്യൂ പെട്ടെന്ന് മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മൈനസ് ചെയ്ത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? ഇത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതായത് 2 is added to each even digit. 2 is added to each odd digit in the number. So what will be the sum of the first digit from the left? അതായത് ഇതിൻ്റെ ഓഡ് ആണെങ്കിൽ 2 കൂട്ടുക, ഈവൻ ആണെങ്കിൽ 2 കൂട്ടുക. സോ എന്താ? ഫസ്റ്റ് ഡിജിറ്റ് ഫ്രം ദ ലെഫ്റ്റ്, അപ്പോൾ 5 ആണ്. ആൻഡ് ഫസ്റ്റ് ഡിജിറ്റ് ഫ്രം ദ റൈറ്റ് ഇതാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും സം എന്താണെന്ന് ചോദിക്കുന്നു. സോ എന്തായാലും ഈവൺ ആയാലും ഓടായാലും 2 കൂട്ടുക. അപ്പോൾ 7 കിട്ടും. ഇവിടെ 2 കൂട്ടിയാൽ ഇവിടെ 5 കിട്ടും. സോ 7ഉം 5ഉം 12. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സെയിം പാറ്റേണിലുള്ള 3-4 ക്വസ്റ്റ്യൻ നമുക്ക് റീസണിങ്ങിൽ വന്നിട്ടുണ്ട്. അതായത് ഇതുപോലത്തെ ഒരു 3-4 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ക്ലിയർ? ഞാൻ നേരത്തെ കാണിച്ചില്ലേ, നമ്മളെന്താ ആഷ് പെർസെൻറ്റേജ് അങ്ങനത്തെ 2-3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ ഇത് നോക്കാം. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് എന്താ? ഇതുപോലത്തെ കാര്യം, അതായത് ഇത് നിങ്ങൾ കൂടുതൽ വായിക്കാൻ നിൽക്കരുത്. ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു ടേബിളിൽ കുറച്ച് കാര്യങ്ങൾ തന്നു, നമ്പർ തന്നു, സിമ്പിൾ തന്നു, അതുപോലത്തെ അതിൻ്റെ കോഡും തന്നു. ഇനി ഇതാ കണ്ടീഷനും തന്നിട്ടുണ്ട്. എന്താണ്? ഫസ്റ്റ് എലമെന്റ് സിമ്പിൾ ആണെങ്കിൽ, അതായത് നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ് ക്വസ്റ്റ്യൻ, ഈ താഴെ തന്നതാണ് ക്വസ്റ്റ്യൻ, അതിൻ്റെ കോഡാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് എലമെന്റ് സിമ്പിൾ ആണെങ്കിൽ, ഫസ്റ്റ് എലമെന്റ് ഇവിടെ സിമ്പിൾ അല്ല, നമ്പർ ആണ്. സോ ഈ കണ്ടീഷൻ നമുക്ക് ആവശ്യമില്ല. ഇനി ഫസ്റ്റ് എലമെന്റ് ഈസ് ഓഡ്, അപ്പോൾ ഫസ്റ്റ് എലമെന്റ് ഓഡാണ്, കറക്റ്റ് ആണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ് എലമെന്റ് ഈസ് ഓഡ് നമ്പർ ആൻഡ് ലാസ്റ്റ് ആൻഡ് ഈവൻ നമ്പർ. അപ്പോൾ ലാസ്റ്റത്തെ ഈവൻ നമ്പർ ആണ്, കറക്റ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും കറക്റ്റ് ആണ്. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പർ ആർ
ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പർ ആർ ടു ബി കോഡഡ് ആസ്. അപ്പോൾ എന്താ ഈ സിമ്പിൾ ഫസ്റ്റ് ലെറ്റർ നമ്പറിനും ലാസ്റ്റ് നമ്പറിനും ഇടാം. അപ്പോൾ ഓപ്ഷനിൽ നോക്കിയേ എല്ലാ നമ്പറിനും എന്താ ഫസ്റ്റ് നമ്പറിനും ലാസ്റ്റ് നമ്പറിനും ആ സിമ്പിൾ ഇട്ടിട്ടുണ്ട്. സോ ഈ കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അടുത്തത് ബോത്ത് ദ സെക്കൻഡ് ആൻഡ് തേർഡ് എലിമെന്റ്സ് ആർ പെർഫെക്റ്റ് സ്ക്വയർ. സെക്കൻഡും തേർഡും പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല. അപ്പോൾ ഈ കണ്ടീഷനും ആവശ്യമില്ല. അപ്പോൾ കണ്ടീഷൻ ആവശ്യമില്ലെങ്കിലോ നമുക്ക് തന്നിട്ടുള്ള ആ നമ്പറിൻ്റെ കോഡ് തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. സോ ഇവിടെ സെക്കൻഡ് കണ്ടീഷൻ മാത്രമാണ് ഓക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനും പകരം നമ്മൾ ഈ സിമ്പിൾ എഴുതണം. അപ്പോൾ 4 ഓപ്ഷനിലും ആ സിമ്പിൾ ഉണ്ട്. പിന്നെ ബാക്കിയുള്ള കോഡ് അതേപോലെ എഴുതാം. ആൻഡിന് പകരം എന്താണ്? എം ആണ് അല്ലേ? ഈ ആൻഡിന് പകരം എവിടെയാണ്? ആൻഡിന് പകരം എം ആണ്. പിന്നെ 3ക്ക് പകരം ഡി ആണ്. സോ എം ഡി. അറ്റിന് പകരം സെഡ്. സോ സെഡ്. സോ ഇതൊക്കെ ക്യാൻസലായി. ബാക്കി ഇത് മാത്രം. ഇനി എന്താണ്? 7ന് പകരം ഡബ്ല്യു. അപ്പോൾ എന്താ? ഓപ്ഷൻ എ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് തന്നെ 3-4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ സീരീസ് ആണ്. അപ്പോൾ ഈ സീരീസിൽ എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിളാണ്. എന്താണ്? ആദ്യം നമ്മൾ ഒരു സീരീസ് ഇട്ട് ആദ്യം നമ്മൾ അതിൻ്റെ ഡിഫറൻസ് നോക്കാം. ഇവിടെ ഡിഫറൻസ് -1, ഇവിടെ ഡിഫറൻസ് -3, ഇവിടെ എന്താണ്? -5, -7. അപ്പോൾ അടുത്ത് എന്തായിരിക്കും? -9 ആയിരിക്കും. അപ്പോൾ 685 9 മൈനസ് ചെയ്താൽ 676. സിമ്പിൾ അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഒരു സീരീസ് തന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം അതിൻ്റെ ഡിഫറൻസ് കാണാം. ഓക്കെ. പിന്നെ അത് മൾട്ടിപ്ലൈ വലിയ ഡിഫറൻസ് ആണെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കും. അപ്പം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ കാണാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇതും ഒരു സീരീസ് ആണ്. അപ്പോൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഇവിടെ നമ്പർ ഉണ്ട്, ലെറ്റർ ഉണ്ട്. ഒ ക്യു. ഓയും ക്യൂവും തമ്മിൽ എത്രേൻ്റെ ഡിഫറൻസ് ആണ്? ഒ എന്ന് പറഞ്ഞാൽ 15 ആണ്, ക്യൂ എന്ന് പറഞ്ഞാൽ 17. അപ്പോൾ 2ൻ്റെ ഡിഫറൻസ് +2. ക്യൂവും എസും +2 അല്ലേ? എസ് എന്ന് പറഞ്ഞാൽ 19 ആണ്. പിന്നെന്താ? യു എന്ന് പറഞ്ഞാൽ 21 ആണ്. അപ്പോൾ +2. അപ്പോൾ യു കഴിഞ്ഞിട്ട് യുവും +2. യു എന്ന് പറയുന്നത് 21 ആണ്. 21ഉം 2ഉം 23 കിട്ടുന്നത് ഏതാണ്? ഡബ്ല്യു. അപ്പോൾ എല്ലാത്തിലും ഡബ്ല്യു ഉണ്ട്. ഒരു വാല്യൂ മാത്രം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അടുത്ത എല്ലാത്തിലും ഒ ഉണ്ട്. അപ്പോൾ മൂന്നാമത്തെ ലെറ്റർ നമുക്ക് നോക്കാം. മൂന്നാമത്തെ നോക്കിയേ. മൂന്നാമത്തെ നോക്കുമ്പോൾ എന്താണ്? ഐയും ജിയും. ഐ എന്ന് പറഞ്ഞാൽ 9 ആണ്. ജി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 ആണ്. സോ -2 ആണ്. -2 വന്നു. ജിയും ഇയും. ജി എന്ന് പറഞ്ഞാൽ 7 ആണ്. ഇ എന്ന് പറഞ്ഞാൽ 5 ആണ്. അവിടെയും -2. സോ ഇയും -2. ഈ -2 എന്താണ് വരിക? ഈ -2 എന്ന് പറഞ്ഞാൽ എ വരും. സോ മൂന്നാമത്തെ ലെറ്റർ എ ആണ്. നമ്മൾ രണ്ടാമത്തെ കണ്ടുപിടിച്ചില്ല, മൂന്നാമത്തെ. കാരണം എന്താ? രണ്ടാമത്തെ ഇവിടെ എല്ലാം ഒ ആണ്. സോ ഇതും ക്യാൻസലായി. മൂന്നാമത്തെ ലെറ്റർ എ ആണെന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ അത് എ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ നോക്കണ്ടേ? നമ്മുടെ നമ്പർ ഏതാണെന്ന് നോക്കണം. 4, 8, 12, 16. അതായത് 4 × 1 4, 4 × 2 8, 4 × 3 12, 4 × 4 16. അപ്പോൾ ഇവിടെ 4 × 5 20 വരണം. 20 വരുന്ന വാല്യൂ ഓപ്ഷൻ ബി. സിമ്പിൾ അല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത നോക്കിയേ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സെയിം ടൈപ്പ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ക്ലിയർ? ഇവിടെയും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ കണ്ടുപിടിക്കണം. ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ഫസ്റ്റ് ഓപ്ഷൻ എടുക്കാം. എഫ് നിന്ന് എല്ലിലേക്ക്. എത്ര വരും? +6 അല്ലേ? ഇനി ഡി നിന്ന് അതുപോലെ എൻ നോക്കാം. അതായത് നമ്മൾ ഇത് ഫുള്ള് നോക്കാൻ നിൽക്കണ്ട. ഒ എന്ന് എന്നിലേക്ക്. ഒൻ്റെ വാല്യൂ എത്രയാണ്? ഒ എന്ന് പറഞ്ഞാൽ 15 ആണ്. എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 14 ആണെന്ന് അറിയാം. സോ എന്താ ഡിഫറൻസ്? ഇല്ലല്ലോ. അപ്പോൾ ഈ സെയിം ഡിഫറൻസ് അല്ല. സോ ക്യാൻസൽ ചെയ്യാം. ക്ലിയർ? അടുത്ത യു എന്ന് എല്ലിലേക്ക്. യു എന്ന് പറഞ്ഞാൽ 21 ആണ്. എൽ എന്ന് പറഞ്ഞാൽ 12 ആണ്. സോ യു എന്ന് എല്ലിലേക്ക് -9 ആണ്. -9 സെയിം ആണ് ഇവിടെ കിട്ടുന്നത്. നോക്കാം. ഓവും ആറും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. എത്രയാ? ഒ എന്ന് പറഞ്ഞാൽ 15 ആണ്. 6 എന്ന് പറഞ്ഞാൽ 18 ആണ്. സോ ഒ എന്ന് 6ലേക്ക് എത്രയാ? +3 ആണ്. സോ നമുക്ക് വേണ്ട എന്താ? -9. സോ അതും തെറ്റാണ്. അടുത്ത ഡി എന്ന് എല്ലിലേക്ക്. ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 ആണ്. എൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 12. സോ ഡി എന്ന് എല്ലിലേക്ക് എത്രയാ? 8ൻ്റെ
8 ആഡ് ചെയ്യണം. സോ ഒന്ന് എന്നിലേക്ക് എത്രയാ 8 ആഡ് ചെയ്യണോ? വേണ്ട, അതും തെറ്റാണ്. അപ്പം എന്തായാലും എന്താ ലാസ്റ്റത്തെ ആയിരിക്കും കറക്റ്റ്. ലാസ്റ്റ് ചെയ്ത് നോക്കാൻ നിൽക്കണ്ട, കറക്റ്റ് ലാസ്റ്റത്തെ ആയിരിക്കും. ക്ലിയർ? അതായത് ജിന്ന് എല്ലിലേക്ക് എത്രയാ 5 അല്ലേ? ജിന്ന് എല്ലിലേക്ക് 5, ഒന്ന് ടിയിലേക്ക് 5. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. 3 ക്വസ്റ്റ്യൻ സെയിം പാറ്റേണിൽ വന്നിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മളിതാ ഈ ക്വസ്റ്റ്യൻ വന്നു, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ലെറ്റേഴ്സിൻ്റെ നമ്മുടെ ലെറ്റേഴ്സിൻ്റെ ആൽഫബറ്റിക് ലെറ്റേഴ്സിൻ്റെ പൊസിഷൻ വാല്യൂ പഠിച്ചാൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഈ പാറ്റേണിൽ 3 ക്വസ്റ്റ്യൻ വന്നു. നേരത്തെ നമ്മൾ 2-3 ക്വസ്റ്റ്യൻ കണ്ടില്ലേ, അതും കണ്ടു. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇത് പസിലാണ്. 7 പീപ്പിൾസ് സിറ്റിംഗ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ സ്ട്രേറ്റ് ലൈനിലാണ് 7 പീപ്പിൾസ് ഫേസിങ് നോർത്ത്. എല്ലാവരും നോർത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. ക്ലിയർ? ടി ഈസ് സിറ്റിംഗ് അറ്റ് ദ വൺ ഓഫ് ദ എൻഡ് ഓഫ് ദ ലൈൻ. അപ്പോൾ ടി എന്ന് പറയുന്നത് എവിടെ ആവാം? ഇവിടെ ആവാം, അല്ലെങ്കിൽ ഇവിടെ ആവാം. 2 സൈഡിൽ എവിടെയെങ്കിലും ആവാം ടി, നമുക്കറിയില്ല. ഓൺലി 2 പീപ്പിൾ ആർ സിറ്റിംഗ് ടു ദ ലെഫ്റ്റ് ഓഫ് ആർ. ആറിൻ്റെ ലെഫ്റ്റിലേക്ക് 2 ആൾക്കാരെ നിൽക്കുന്നുള്ളൂ. സോ എന്താ എവിടെയായിരിക്കും 6? കാരണം എല്ലാവരും നോർത്തിലേക്കാണ്. സോ ലെഫ്റ്റിലേക്ക് 2 പേര് മാത്രമേ ഉള്ളൂ. സോ 6ൻ്റെ പൊസിഷൻ ഇത് തന്നെയാണ്. ലെഫ്റ്റിലേക്ക് 2 പേര്, വേറെ പൊസിഷൻ ഇല്ല. സോ അത് ഓക്കെ ആയി. പി ഈസ് സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ആർ. അപ്പോൾ 6ൻ്റെ തൊട്ടടുത്ത് ആരാണ്? പി ആണുള്ളത്. അതും കിട്ടിയില്ലേ? അതും കിട്ടി. ഇപ്പം 4 ആയി. ഇനി ഇവിടെ 3 പേരും കൂടി ഉണ്ട്. ക്ലിയർ? അപ്പോൾ 6ഉം പി ആയി. നമുക്ക് ടീൻ്റെ പൊസിഷൻ ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇമ്മീഡിയറ്റ് പി ഈസ് സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ആർ ആൻഡ് ഇമ്മീഡിയറ്റ്ലി ലെഫ്റ്റ് ഓഫ് എസ്. പി എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ്ലി ലെഫ്റ്റ് ഓഫ് എസ്. അപ്പോൾ എസ് ഇവിടെ ആയിരിക്കും. ക്ലിയർ? എസ് ഇവിടെ ആയിരിക്കും. അതും കിട്ടി. ക്യു ഈസ് സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ഒ. ക്യു എന്ന് പറയുന്നത് ഒൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒ എവിടെയൊക്കെ കൊടുക്കാം? നമുക്കറിയാം ഒ ഇവിടെ നമ്മൾ കൊടുത്താൽ, ബാക്കി ഇതാ ഈ 3 പൊസിഷൻ നമുക്ക് ഓക്കെ. ഒ ഇവിടെ കൊടുത്താൽ നമുക്കിതാ ക്യൂ ഇവിടെ കിട്ടും. ഇനിയോ ഒ നമ്മൾ ഇവിടെ കൊടുത്താൽ ക്യൂ ഇവിടെ കിട്ടും. ക്ലിയർ? അതായത് ഇവിടെ ടി ഉറപ്പിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഈ 2 പൊസിഷനിലാണ് ഒയും ക്യൂവും വെക്കാൻ പറ്റുന്നത്. അടുത്തത് ക്യൂ ഡസ് നോട്ട് സിറ്റ് ഇൻ ദ എക്സ്ട്രീമെൻറ്റ്. ഓക്കെ, ക്യൂ എന്ന് പറയുന്നത് എക്സ്ട്രീമെൻറ്റിൽ സിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാ ഈ കണ്ടീഷൻ തെറ്റാണ്. സോ എന്താ ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ ആയതുപോലെ നമുക്ക് ആ വാല്യൂ ഇവിടെ കൊടുക്കാം. ക്യൂ ഇവിടെ കൊടുക്കാം, ഒ ഇവിടെ കൊടുക്കാം. അപ്പോൾ ടി ഇവിടെ തന്നെയാണ്. ക്ലിയർ? ടി ഇവിടെ കൊടുക്കാൻ പറ്റില്ലല്ലോ, ടി ഇവിടെ കൊടുക്കാം. ഇനി ഏതാ ബാക്കിയുള്ളത്? ബാക്കി എൻ മാത്രമാണ് ബാക്കിയുള്ളത്. ക്ലിയർ? ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞത് ബിറ്റ്വീൻ ഒ ആൻഡ് എൻ. അപ്പോൾ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കണം. ഒ ആൻഡ് എൻ. ഇവിടെ ഒ ആൻഡ് എൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ലാസ്റ്റ് വരെ ചെയ്യണം. അതല്ല ആർ ആൻഡ് എസ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഫസ്റ്റ് തന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് മാത്രം പസിൽ സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്നിനും ഒയ്ക്കും ഇടയിൽ എത്ര ആൾക്കാർ? 4 ആൾക്കാരുണ്ട്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണ്. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ്റെയും 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ്റെയും 3ാമത്തെ ക്വസ്റ്റ്യൻ. സോ എന്താണ്? 1125 ഇൻറ്റുവിന് പകരം എന്താണ്? ഇൻറ്റു ഡിവിഷനും ആണ് എന്താണ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റുവിന് പകരം ഡിവിഷൻ ചെയ്തു, ഡിവിഷന് പകരം ഇൻറ്റു ഇട്ടു, പ്ലസിന് പകരം മൈനസ് ഇട്ടു, ഇവിടെ അതെ സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ ഡിവൈഡ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1125 ഡിവൈഡ് ബൈ 45. നമുക്കറിയാം ഇതിനെ 5 കൊണ്ട് കട്ട് ചെയ്യാം. 5നെ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 9 വരും, ഇവിടെ 2, ബാക്കി എത്രയാ? 12, 2, 25, 5, 255. ഇനി 9 കൊണ്ട് കട്ട് ചെയ്യാം. 9 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ എത്രയാ? 2, ബാക്കി 5, 45, 5. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? 25 കിട്ടും. ബാക്കി ഇൻറ്റു 39 പ്ലസ് 17 മൈനസ് 19. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയേ, ഇതാ യൂണിറ്റ് പ്ലേസിൽ ഡിഫറെൻ്റ് ആണ്. സോ നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് മാത്രം എടുത്താൽ മതി. സോ ഇവിടെ 5 × 9 ചെയ്താൽ എന്താ കിട്ടും? 5 തന്നെ കിട്ടും. പ്ലസ് 7 മൈനസ് 9. ക്ലിയർ? അപ്പോൾ 5ഉം 7ഉം 12.
-9 എന്ന് ചെയ്താൽ 3 ആണ് കിട്ടുക. 3 കിട്ടുന്ന ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. 3 കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ബി ആണ്. സോ നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് വിൽ ബി ദ റിസൾട്ടന്റ് ഇഫ് സെക്കൻഡ് ഡിജിറ്റ് ഓഫ് ദ ഹയസ്റ്റ് നമ്പർ? അപ്പോൾ ഇതിന്റെ ഹയസ്റ്റ് നമ്പറിന്റെ സെക്കൻഡ് ഹയസ്റ്റ് ഏതാ? ഹയസ്റ്റ് എന്ന് പറയുന്നത് ഇതിലേതാണ്? 625. സോ ഹയസ്റ്റ് 625 അതിന്റെ സെക്കൻഡ് ഡിജിറ്റ് 2 ആണ്. ഇനി സെക്കൻഡ് ഡിജിറ്റ് ഓഫ് ദ ലോവസ്റ്റ്. അപ്പോൾ ലോവസ്റ്റ് ഏതാണ്? ലോവസ്റ്റ് എന്ന് പറയുന്നത് 150 അല്ലേ? 150 ആണ്. അതിന്റെ സെക്കൻഡ് ഡിജിറ്റ് 5 ആണ്. സോ ലോവസ്റ്റിന്റെ സെക്കൻഡ് ഡിജിറ്റ് നിന്ന് ഹയസ്റ്റിന്റെ സെക്കൻഡ് ഡിജിറ്റ് മൈനസ് ചെയ്താൽ 5 ന്ന് 2 മൈനസ് ചെയ്താൽ 3 ആണ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഓപ്ഷൻ ബി. നെക്സ്റ്റ്. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ക്വസ്റ്റ്യൻ. അതുപോലത്തെ ഏതാ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? അതുപോലത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ക്ലിയർ? ഇവിടെയും സെയിം ആണ്. ആദ്യം എന്താ? ഇത് ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷൻ എന്താ? ഫസ്റ്റ് എലമെന്റ് സിമ്പിൾ ആണോ? സിമ്പിൾ അല്ല. ഓ, ഇതാവശ്യമില്ല. ഫസ്റ്റ് എലമെന്റ് ഈസ് ഓഡ് നമ്പർ ആൻഡ് ലാസ്റ്റ് ഈവൻ നമ്പർ ആണോ? അതും അല്ല. ലാസ്റ്റ് ഈവൻ നമ്പർ അല്ലല്ലോ, അല്ല. ബോത്ത് സെക്കൻഡ് ആൻഡ് തേർഡ് ആർ പെർഫെക്റ്റ് സ്ക്വയർ, അതും അല്ല. നേരത്തെ ചോദിച്ച സെയിം കണ്ടീഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആകെ ക്വസ്റ്റ്യൻ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ എന്താ? ഈ കണ്ടീഷനൊക്കെ തെറ്റാണ്. അപ്പോൾ ഇവിടെയുള്ള അതേ വാല്യൂ തന്നെ ആയിരിക്കും ഇവിടെയും വരുന്നത്. സോ നമുക്ക് നോക്കാം. ഏതാ? 7ന്റെ പി ആണ്. അപ്പോൾ ഇത് ക്യാൻസൽ ആയി. പിന്നെന്താ? 2ന്റെ ടി ആണ്. 2ന്റെ ടി. സോ ഓപ്ഷൻ ഡി ആണ്. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓപ്ഷൻ ഡി കറക്റ്റ്. വീണ്ടും പസിൽ. ഇത് മൂന്നാമത്തെ പസിലാണ്. പസിൽ കുറച്ച് ലെങ്തി ആണ്. സോ പസിൽ നോക്കാം. ഇവിടെ എങ്ങനെയാണ്? ഫ്ലോറിന്റെ പസിലാണ്. ഫ്ലോർ ആണ്. എന്താ? എത്ര? 6 ഫ്ലോർ ആണ് ഉള്ളത്. അപ്പോൾ 1 2 3 4 5 6 6 ഫ്ലോർ ആണുള്ളത്. ഇനിയോ എ ലീവ്സ് ഓൺ ദ ഫ്ലോർ വിച്ച് ഈസ് പ്രൈം നമ്പർ. അപ്പോൾ എ എന്ന് പറയുന്നത് പ്രൈം നമ്പറിലായിരിക്കും താമസിക്കുന്നത്. പ്രൈം നമ്പർ ഏതൊക്കെയാണ്? 3 ആണ്, 7 ആണ്. അപ്പോൾ ഇവിടെ എ ആവാം, ഇവിടെയും എ ആവാം. എന്റെ കറക്റ്റ് നമുക്ക് പൊസിഷൻ മനസ്സിലായില്ല. പക്ഷേ അടുത്ത നോക്കിയേ. ദ പ്രൊഡക്റ്റ് ഓഫ് ഫ്ലോർ ഓഫ് എ ആൻഡ് ഇ ലീവ്സ് ഈസ്, അതായത് ഈ താമസിക്കുന്നതും എൻ്റെയും ഫ്ലോറിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 3 ആണ്. എക്ക് എവിടെയൊക്കെ താമസിക്കാം? 3-ൽ താമസിക്കാം, 5-ൽ താമസിക്കാം. സോ 5 × ഏതെങ്കിലും ചെയ്താൽ 3 കിട്ടുമോ? ഇല്ല. അപ്പോൾ 3 × 1 ചെയ്താൽ 3 കിട്ടും. അപ്പോൾ ഈ എ എന്നത് ഇവിടെ ആയിരിക്കും. അപ്പോൾ ഏതാണ്? ഇ എന്നത് ഇവിടെ ആയിരിക്കും. ഇപ്പൊ പ്രൊഡക്റ്റ് 3 ആയില്ലേ? ഓക്കെ. ഓൺലി 2 പീപ്പിൾ ലിവ്സ് എബോവ് ബി. അപ്പോൾ ബിനെക്കാളും മേലെ 2 ആൾക്കാർ മാത്രമേ താമസിക്കുന്നുള്ളൂ. അപ്പോൾ ബി ഇവിടെയാണ്. എഫ് ലിവ്സ്, ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? ഡിയും എഫ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. എഫ് ലിവ്സ് ഇമ്മീഡിയറ്റ്ലി ബിലോ സി. എഫ് സിന്റെ ഇമ്മീഡിയറ്റ്ലി ബിലോ. അപ്പോൾ 2 എണ്ണം അടുത്തടുത്തായിരിക്കും. സോ ഇവിടെ സി വന്നാൽ ഇവിടെ എഫ് ആയിരിക്കും. ഇതിന്റെ കറക്റ്റ് താഴെ എഫ് വരണം. അങ്ങനെയുള്ള ഒറ്റ പൊസിഷനേ ഉള്ളൂ. അപ്പോൾ ഇതാണ്. അടുത്തെന്താ? ഇവിടെ നമുക്ക് ഡി എഴുതാം. ഇനി എന്താ? ഡിന്റെയും എഫിന്റെയും ഇടയിൽ എത്ര ആൾക്കാർ? ഡിന്റെ എഫിന്റെ ഇടയിൽ 2 ആൾക്കാർ. ഓപ്ഷൻ ഡി. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത എത്രാമത്തെ? 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഒന്നും നേരത്തെ വന്നില്ലേ? ഓക്കെ, സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. സെയിം പാറ്റേണിലുള്ള 1-2 ക്വസ്റ്റ്യൻ വരും. ഇതുപോലത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ഡിജിറ്റ് എന്താ? ഡിജിറ്റ് ഓഫ് ദ ഹയസ്റ്റ്. അപ്പോൾ ഹയസ്റ്റ് ഏതാണ്? ഇവിടെ ഹയസ്റ്റ് നോക്കിയാൽ 902 ആണ് ഹയസ്റ്റ്. ആൻഡ് ആഡഡ് ടു ദ തേർഡ് ഡിജിറ്റ് ഓഫ് ദ ലോവസ്റ്റ്. ലോവസ്റ്റ് നോക്കിയാൽ ലോവസ്റ്റ് ഏതാണ്? ഇതിൽ ലോവസ്റ്റ് 283. അതിൻ്റെ തേർഡ് ഡിജിറ്റ്. ആദ്യത്തിൻ്റെ സെക്കൻഡ് 0, ഇതിൻ്റെ തേർഡ് 3 ആണ്. അപ്പോൾ ഇതിൻ്റെ സം എന്താണ്? നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ 3 തന്നെ കിട്ടില്ലേ? ഓപ്ഷൻ എ ആണ്. ക്ലിയർ? ഇപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻ ആണ് വരിക. അപ്പോൾ ആ ടൈമിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ ചിന്തിച്ച് ചെയ്യുക. മാക്സിമം ട്രിക്കൊക്കെ യൂസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതും ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഡയറക്ഷൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇതും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ക്ലിയർ? ഇവിടെ എന്താ? ഫ്രം എ പോയിന്റ് എ ഡ്രൈവ് 13 കിലോമീറ്റർ ടുവേഴ്സ് വെസ്റ്റ്. അപ്പോൾ എന്ന് 13 കിലോമീറ്റർ വെസ്റ്റിലേക്ക് വന്നു. എന്നിട്ട് എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനെ വന്നു. ടേക്സ് ലെഫ്റ്റ്
അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് വന്നു, എത്രയാണ് 7 കിലോമീറ്റർ. പിന്നെന്താ റൈറ്റിലേക്ക് എടുത്തു. അപ്പം ഇങ്ങനെ വന്നാൽ റൈറ്റിലേക്ക് എടുക്കുമ്പോൾ ഇങ്ങോട്ടായിരിക്കില്ലേ, ഇങ്ങോട്ടായിരിക്കും. എത്രയാ 6 കിലോമീറ്റർ വന്നു. പിന്നെന്താ ഇനി ലെഫ്റ്റിലേക്കാണ്, എത്രയാ 8 കിലോമീറ്റർ, ലെഫ്റ്റിലേക്ക് 8 കിലോമീറ്റർ. ഇനിയോ ഇനി ഈ ഫൈനൽ ടേൺ ലെഫ്റ്റ്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുടെ ലെഫ്റ്റ് ഏതാണ്, ഇതാണ് ലെഫ്റ്റ്. ക്ലിയർ? എത്ര കിലോമീറ്റർ, 19 കിലോമീറ്റർ ആണ് പോകേണ്ടത്. സോ നമ്മൾ നോക്കിയാൽ ഇത് 13, ഇത് 6, അപ്പോൾ ടോട്ടൽ 19 എന്ന് പറഞ്ഞാൽ ഈ എന്റെ കറക്റ്റ് താഴെ കിട്ടും 19. അപ്പോൾ അതാണ് ലാസ്റ്റ് പോയിന്റ്, ഏതാ പി എന്ന പോയിന്റ്. ഇനി ചോദിക്കുന്നു ഹൗ ഫാർ ബാക്കിയതാ ആൻഡ് ടുവേർഡ്സ് വിച്ച് ഡയറക്ഷൻ ഷുഡ് ഹി ഡ്രൈവ് ഇൻ ഓർഡർ ടു റീച്ച് എ. അപ്പോൾ ഏത് ഡയറക്ഷനിലേക്കാണ്, എത്ര ദൂരമാണ് പി നിന്ന് എയിലേക്ക് പോകാൻ ഉള്ളത്. സോ എത്രയാണ്, പി നിന്ന് എയിലേക്ക് പോകണമെങ്കിൽ ഡിസ്റ്റൻസ് എത്ര വേണം, ഡയറക്ഷൻ നമുക്കറിയാം, ഏതാണ്, നോർത്തിലേക്കാണ് പോകേണ്ടത്. സോ നോർത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. എത്ര ഡിസ്റ്റൻസ്, 8ഉം 6ഉം എത്രയാ 15. സോ 15 നോർത്താണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? 15 നോർത്താണ് കറക്റ്റ്. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതും ഈ സീരീസും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സീരീസിൻ്റെയും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയ സീരീസ് എങ്ങനെയാ, ഇത് മൈനസ് ചെയ്ത് നമ്മൾ ആദ്യം പറഞ്ഞു ഡിഫറൻസ് നോക്കാം. അപ്പോൾ ഇത് ഡിഫറൻസ് എടുത്താൽ എത്രയാ, -8 കിട്ടും. ഇവിടെ ഡിഫറൻസ് എടുത്താൽ എത്രയാ, -8 73 - 8 65. സോ ഓപ്ഷൻ ബി എ അല്ലേ, 65. സിമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഇവിടെ തന്നിട്ടുള്ളത് സിറ്റിംഗ് അറൗണ്ട് എ സർക്കുലർ ടേബിൾ. അപ്പോൾ ഇത് ഒരു സർക്കുലർ ടേബിൾ ആണ് തന്നിട്ടുള്ളത്. സോ നമുക്കൊരു സർക്കുലർ ടേബിൾ വരക്കാം. അതിലെത്രയാ ഫേസിങ്, എല്ലാവരും സെൻറ്ററിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. എത്ര ആൾക്കാരുണ്ട്, 1 2 3 4 5 6 7 7 ആൾക്കാരുണ്ട്. എല്ലാവരും സെൻറ്ററിലേക്ക് ഫേസ് ചെയ്യുന്നു. ക്ലിയർ? അപ്പം ഇങ്ങനെ 7 ആൾക്കാരുണ്ട്, എല്ലാവരും സെൻറ്ററിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ തരുന്ന അതേപോലെ നമുക്ക് എഴുതിയെഴുതാം. ഓൺലി 2 people സിറ്റ് ബിറ്റ്വീൻ ടി ആൻഡ് എസ് വെൻ കൗണ്ടേഡ് ഫ്രം, അതായത് ടീൻ്റെ റൈറ്റിലേക്ക് പോകുമ്പോഴാണ് ടീന്നും എസിൻ്റെ ഇടയിൽ 2 ആൾക്കാർ. ഒരു എക്സാമ്പിൾ നോക്കിയാൽ ടി ഇവിടെ കൊടുത്തു. അപ്പോൾ ടീൻ്റെ റൈറ്റിലേക്ക്, ഇതിൻ്റെ റൈറ്റ് ഏതാ, ഇങ്ങോട്ടല്ലേ, ഇതിൻ്റെ റൈറ്റ് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റിലേക്ക് പോകുമ്പോൾ എസിൻ്റെയും ടീൻ്റെ ഇടയിൽ 2 പേരാണ്. അപ്പോൾ എസ് ഇവിടെ ആയിരിക്കും, ഇതിൻ്റെ രണ്ടാളാണ് ഇതിൻ്റെ ഇടയിലുള്ളത്. ക്ലിയർ? ഇങ്ങനെ കിട്ടി. അടുത്തത് only 3 people സിറ്റ് ബിറ്റ്വീൻ യു ആൻഡ് ക്യൂ. അപ്പോൾ അത് നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ കുറച്ച് പണി വേണം. അപ്പോൾ വിൻ്റെയും ക്യൂവിൻ്റെ ഇടയിൽ 3 ആൾക്കാരുണ്ട്. കൗണ്ടേഡ് ഫ്രം റൈറ്റ് ഓഫ് ക്യൂ. അപ്പോൾ ക്യൂവിൻ്റെ റൈറ്റിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ അത് അവിടെ വെക്കുക. അടുത്ത് നോക്കിയേ, എസ് സിറ്റ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ക്യൂ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ക്യൂവിൻ്റെ പൊസിഷൻ കിട്ടുമല്ലോ. എസ് എന്ന് പറയുന്നത് ക്യൂവിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ്. സോ ക്യൂ നമ്മളിവിടെ കൊടുത്താൽ ഇതിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് എന്താണ്, എസ് ആയില്ലേ, ആയി. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ കണ്ടീഷൻ എടുക്കാം. എന്താണ്, ക്യൂവിൻ്റെ അവിടുന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ, ക്ലോക്ക് വൈസ് പോകുമ്പോൾ ക്യൂവും വിയും തമ്മിൽ 3 ആൾക്കാരുടെ ഇടയിൽ 3 ആൾക്കാരുണ്ട്. സോ ക്യൂ കഴിഞ്ഞു, 1 2 3 ഉണ്ട്. അപ്പോൾ അടുത്തതാണ് വി. ഇത്രയും കിട്ടിയില്ലേ, അത്രയും കിട്ടി. അടുത്തത് യു സിറ്റ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ആർ. അപ്പോൾ യുവും ആറും അടുത്തടുത്താണ്. സോ ആറിൻ്റെ റൈറ്റ് ആണ് യു വരേണ്ടത്. അപ്പോൾ ആറിൻ്റെ റൈറ്റ്, 6 ഇവിടെ കൊടുത്താൽ ഇതിൻ്റെ റൈറ്റ് ഏതാ, ഇതാണ്. അപ്പോൾ ഇവിടെയാണ് യു. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ, എന്താ, ഹൗ മെനി പീപ്പിൾ സിറ്റ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് യു. ക്യൂവും യുവും തമ്മിലുള്ള ആൾക്കാരാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. എത്ര ആൾക്കാരുണ്ട്, ക്യൂവും യുവും തമ്മിൽ. ഫ്രം കൗണ്ടഡ്, എവിടുന്നാ കൗണ്ട് ചെയ്യേണ്ടത്, ക്യൂ മുതൽ കൗണ്ട് ചെയ്യുമ്പോൾ, ക്യൂവിൻ്റെ റൈറ്റ് മുതൽ കൗണ്ട് ചെയ്യുമ്പോൾ എത്ര, 2 ആൾക്കാരല്ലേ ഇതിൻ്റെ ഇടയിലുള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 2 ആൾക്കാരാണ്, ആറും എസും. ഓക്കെ, അപ്പോൾ ക്യൂന്ന് യുവിലേക്ക് പോകുമ്പോൾ ഇടയിൽ 2 ആൾക്കാർ മാത്രം. പസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാകും, പക്ഷേ ഇങ്ങനെ സോൾവ് ചെയ്യാം. അതായത് പോസിബിലിറ്റി ഒക്കെ നമ്മൾ ജസ്റ്റ് അവിടെ മാർക്ക് ചെയ്താൽ വെക്കുക. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ പോസിബിലിറ്റി സോൾവ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അങ്ങനെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതെന്താ, ബ്ലഡ് റിലേഷൻ ആണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ബ്ലഡ് റിലേഷൻ. അതായത് എന്താ,
ആദ്യം നമ്മൾ ഇതെടുത്ത് എഴുതാം, എം പ്ലസ് എൻ. അപ്പോൾ ഈ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് എന്ന് പറഞ്ഞാൽ മദർ. ഇൻഡു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡു എന്ന് പറഞ്ഞാൽ എ ഈസ് വൈഫ്. അപ്പോൾ ഇൻഡു എന്ന് പറഞ്ഞാൽ വൈഫാണ്. ഡിവിഷൻ എന്താണ്? ഫാദർ ആണ്. അടുത്തെന്താണ്? നെഗറ്റീവ് മൈനസ് എന്താണ്? മൈനസ് എന്ന് പറഞ്ഞാൽ ബ്രദർ ആണ്, ബ്രദർ. ഇനി ചോദിച്ചിട്ടുള്ളത് ഹൗ ഈസ് എം റിലേറ്റഡ് ടു ക്യൂ. അപ്പോൾ ക്യൂവിൻ്റെ ആരാണ് എം എന്ന് ചോദിക്കുന്നുണ്ട്. ക്യൂവിൻ്റെ ആരാണ് എം? അപ്പോൾ ക്യൂ മുതൽ തുടങ്ങണം. അപ്പോൾ ക്യൂവിൻ്റെ ബ്രദർ, ബ്രദറിൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ ക്യൂവിൻ്റെ ഫാദർ ആണ്. ഓക്കെ, ക്യൂവിൻ്റെ ഫാദറിൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ ക്യൂവിൻ്റെ മദർ ആണ്, മദറിൻ്റെ മദർ. അപ്പോൾ മദേഴ്സ് മദർ. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഏതാ മറ്റേ ഫാമിലി ട്രീ വരച്ച് നോക്കാം. അതായത് വേണമെങ്കിൽ അത് വരയ്ക്കാം. അതായത് എം എന്ന് പറയുന്നത് എന്നിൻ്റെ മദറാണ്. അപ്പോൾ എം എന്ന് പറയുന്നത് എന്നിൻ്റെ മദറാണ്. സോ ഇങ്ങനെ ഇടാം. ഇനി എൻ എന്ന് പറയുന്നത് ഓൻ്റെ വൈഫാണ്. അപ്പോൾ വൈഫിന് നമുക്ക് ഇങ്ങനെ ഇടാം, വൈഫ് മൈനസ് ആണ് ഓ, അപ്പോൾ പോസിറ്റീവാണ്. ഇനി ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഫാദർ ആണ്. അപ്പോൾ ഒ എന്ന് പറയുന്നത് പിൻ്റെ ഫാദർ ആണ്. അത് നമുക്ക് ഇങ്ങനെ കൊടുക്കാമല്ലോ, ഒ എന്ന് പറയുന്നത് പിൻ്റെ ഫാദർ ആണ്. ഇനി ഇതെന്താ? ബ്രദർ ആണ്. അപ്പോൾ ക്യൂ ഇത് പ്ലസ് അല്ലേ? ഇങ്ങനെയും വരക്കാം, ഇങ്ങനെ വരക്കാം. ഇപ്പം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി എന്താ? മദേഴ്സ് മദറാണ്. ക്യൂവിൻ്റെ മദറാണ് എൻ, എന്നിൻ്റെ മദറാണ് എം. അപ്പോൾ മദേഴ്സ് മദർ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതാ ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ? ഇത് മൂന്നാമത്തെ ആണോ നാലാമത്തെ ആണോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ? ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ. പക്ഷെ മറ്റേ ക്വസ്റ്റ്യൻ 3 ചോദിച്ചു. അപ്പോൾ ഇതും അതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്ലിയർ? ഇതും അതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ പഠിച്ച സാധനമാണ് പഠിക്കേണ്ടത്. സോ എക്സ് എന്ന് യുയിലേക്ക് നമ്മൾ നോക്കിയാൽ, അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ഇതൊക്കെ സെയിം ഉണ്ട്. നമുക്ക് ലാസ്റ്റ് നമ്മൾ നോക്കാം. അതായത് എഫ് എന്ന് സിയിലേക്ക് നോക്കാം. എഫ് എന്ന് സിയിലേക്ക് എത്രയുണ്ട്? -3 അല്ലേ? എഫ് എന്ന് സിയിലേക്ക് -3 അല്ലേ? അതെ. പിന്നെ സി എന്ന് സെഡിലേക്ക് എത്രയാ? -3. സെഡ് എന്ന് ഡബ്ല്യൂയിലേക്ക് -3. ഡബ്ല്യു എന്ന് -3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടി കിട്ടും. സോ എന്താ ഓപ്ഷൻ ലാസ്റ്റത്തെയാണ് കറക്റ്റ്. ക്ലിയർ? സിമ്പിൾ ക്വസ്റ്റ്യൻ. വേണമെങ്കിൽ ബാക്കി കൂടെ ചെയ്യാം. അതായത് എക്സ് എന്ന് -3 ചെയ്താൽ യു കിട്ടും. യു എന്ന് -3 ചെയ്താൽ 6 കിട്ടും. 6 എന്ന് -3 ചെയ്താൽ എത്രയാ? ഒ കിട്ടും. ഒ എന്ന് -3 ചെയ്താൽ എത്ര കിട്ടും? എല്ല് കിട്ടും. അപ്പോൾ എല്ലാം ടീം കിട്ടി. അടുത്ത് അങ്ങനെ ചെയ്താൽ മതി. സിമ്പിൾ. നമ്മൾ ഈ ലാസ്റ്റ് നോക്കുമ്പോൾ ലാസ്റ്റ് എല്ലാം വെറൈറ്റി ഉണ്ട്, അതുകൊണ്ടാണ് ഞാനത് എടുത്തത്. അല്ല, ഇവിടെ 2 സെയിം ഉണ്ടല്ലേ? ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എന്താണ്? ഓരോ ലെറ്ററിൻ്റെയും പൊസിഷൻ വാല്യൂ വെച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതും കോഡിംഗ് ആണ്. സോ ആദ്യത്തത് എഫ് ഫാം. അപ്പോൾ CXOJ. ഇവിടെ നോക്കിയാൽ ഇവിടെ എല്ലാ ഫസ്റ്റ് ലെറ്റർ എല്ലാത്തിൻ്റെയും സെയിം ആണ്. സോ നമ്മൾ എന്തിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഫ്രഷ് COBPE. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? റിച്ചിൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. RICH. ഇതിൻ്റെ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഫസ്റ്റ് നോക്കിയ എല്ലാത്തിൻ്റെയും പോവാണ്. സോ നമുക്ക് ഫസ്റ്റ് നോക്കണ്ട, നമുക്ക് സെക്കൻഡ് നോക്കാം. ക്ലിയർ? അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് എന്ന് വരാം. ലാസ്റ്റ് വരാം. അതായത് എമ്മിൻ്റെയും ജെയിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? എമ്മും ജെയും തമ്മിൽ -3 അല്ലേ? എമ്മും ജെയും തമ്മിൽ -3 ആണ്. എച്ചും ഇതെന്താണ്? ഇയും. എച്ചും ഇയും തമ്മിൽ എന്താണ്? -3 ആണ്. ഇവിടെ എന്താണ്? ഇവിടെ ഇ ആയിരിക്കും. ക്ലിയർ? ഇ ആണ്. അപ്പോൾ ഇത് ക്യാൻസലായി. ഇനി ബാക്കി ഇതൊക്കെ സെഡ് ആണ്. ഇനി സെക്കൻഡ് ലെറ്റർ നോക്കാം. സെക്കൻഡ് എയും എക്സും തമ്മിൽ എത്രയാ? അത് -3 ആണ്. എയും എക്സും തമ്മിൽ -3 അല്ലേ? ആണ്. ആറും ഓയും -3 ആണ്. 15ഉം 18ഉം. പിന്നെന്താ? ഐയും -3ഉം. I -3 ഏതാ? എഫ് അല്ലേ വരിക? എഫ് ആണ് വരിക. ഓ എഫ് OFZE. OFZE. ക്ലിയർ? അപ്പോൾ ബി ആണ് കറക്റ്റ് ആൻസർ വരിക. ക്ലിയർ? സിമ്പിൾ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് എന്താ? നമ്പേഴ്സ്, എന്താ നമ്മുടെ ലെറ്റേഴ്സിൻ്റെ നമ്പേഴ്സാണ്. അത് പഠിച്ചാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും.
അല്ലെങ്കിൽ നിങ്ങൾ അവിടെ എഴുതി വെക്കുക. എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 67 അതായത് 67 എന്താ 74 ആയിട്ട് എങ്ങനെയോ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 13 എന്ന് പറയുന്നത് 20 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ 52 എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്ന് പറയുന്നു. പക്ഷേ ഇതാ ഇവിടെ ഒരു നോട്ടും കൂടെ തന്നിട്ടുണ്ട്. ഇത് ഏതാണ്ട് റെയിൽവേൻ്റെ എക്സാമിനൊക്കെ സെയിം ആയിട്ടുള്ള നോട്ടാണ് തരുന്നത്. സെയിം നോട്ട്, അതായത് ഈ 13 എക്സാമ്പിളൊക്കെ വെച്ചിട്ടുള്ള സെയിം നോട്ടാണ് ഒരുപാട് എക്സാമിന് തരുന്നത്. സോ നോട്ട് വായിച്ച് സമയം കളയണമെന്നില്ല. ഇവിടെ നോക്കിയേ, അതായത് 13 എന്ന ഓപ്പറേറ്ററിനെ നമ്മൾ 13 ആയിട്ട് തന്നെ എടുക്കുക, അല്ലാണ്ട് 1ഉം 3 ആയിട്ട് എടുക്കാൻ പാടില്ല. ഓക്കെ, 13 എന്ന നമ്പർ തന്നാൽ ആ നമ്പർ പോലെ, ഇപ്പോൾ 67 തന്നാൽ ആ 67 ആയിട്ട് തന്നെ എടുക്കുക, അല്ലാണ്ട് ഡിജിറ്റിനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ നോട്ടിൽ പറയുന്നത്. സോ 67ഉം 74 ഡിഫറൻസ് എന്താ അത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? 67 + 7 ആണ് 74. ക്ലിയർ? 13ഉം 20ഉം 13 + 7 ആണ് 20. സോ 52ഉം 7ഉം 59 ആണ്. ക്ലിയർ? ഓപ്ഷൻ സി, സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ 29ാമത്തെ ക്വസ്റ്റ്യൻ. ഇതാ ഇത് നോക്കിയാൽ ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? ഞാൻ ഇതുപോലത്തെ പറയുന്നത് 3ാമത്തെ ആണെന്ന് തോന്നുന്നു. 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സെയിം. അപ്പോൾ ഇത് 3 എണ്ണമായി. പിന്നെ നമ്മുടെ എന്താ ആഷ് പെർസെൻറ്റേജ് അത് 3 എണ്ണമായി. പിന്നെന്താ സീരീസ് 2 എണ്ണമായി, ഡയറക്ഷൻ 2 എണ്ണമായി, പസിൽ കുറേ എണ്ണം വന്നു. അപ്പം ഇങ്ങനെയാണ് റീസണിങ്ങിൽ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, സെയിം ആണ് നമ്മൾ നേരത്തെ തന്നത്. ഫസ്റ്റ് എലമെൻറ്റ് സിമ്പിൾ ആണോ? അല്ല, കട്ട്. ഫസ്റ്റ് എലമെൻറ്റ് ഓഡ് ആണ്. ലാസ്റ്റ് എലമെൻറ്റ് ഈവൻ അല്ല, കട്ട്. ബോത്ത് സെക്കൻഡ് ആൻഡ് തേർഡ് എലമെൻറ്റ് പെർഫെക്റ്റ് സ്ക്വയർ അല്ലോ, സെക്കൻഡും തേർഡും പെർഫെക്റ്റ് സ്ക്വയർ അല്ല, കട്ട്. ക്ലിയർ? ഇനി എന്താ, ഇനി ഡയറക്റ്റ് നമ്മൾ നോക്കിയാൽ മതി. 7ൻ്റെ ആണെങ്കിൽ W, 7ൻ്റെ W. അപ്പോൾ ഇതും കട്ടായി. 2ൻ്റെ ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ടുണ്ടല്ലേ. ഇനിയെന്താ, തേർഡ് നോക്കിയാൽ മതി. അറ്റിൻ്റെ എന്താണ്? അറ്റിൻ്റെ Z ഏതാണ്? A ആണ്. ഇവിടെ അറ്റിൻ്റെ Z അല്ല. സോ കട്ട് ചെയ്തു. സിമ്പിൾ അല്ലേ? അപ്പം ഇങ്ങനെ സ്പീഡിൽ നമ്മൾ ചെയ്യണം. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 30ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമ്മൾ എന്താ ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ഓർഡർ ആണ്. അതായത് നമ്മൾ നേരത്തെ എന്താ നമ്പർ പൊസിഷൻ വാല്യൂസ് പഠിച്ചാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, ആ സെയിം നമ്മൾ എന്താ ആൽഫബറ്റിക് ലെറ്റേഴ്സ് ഉപയോഗിച്ച് എത്ര ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? ഇതിൽ ഏതാണ് അതാ ലേക്ക് ഒറ്റയാണ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഒറ്റയാൻ ഏതാണെന്ന് ചോദിക്കുന്നു. സോ എങ്ങനെ ചെയ്യാം? POR. അപ്പോൾ പിൻ്റെ വാല്യൂ നമുക്കറിയാമല്ലോ. പി എന്ന് പറഞ്ഞാൽ 16 ആണ്. O എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 ആണ്. R എന്ന് പറഞ്ഞാലോ 18 ആണ്. ക്ലിയർ? അപ്പോൾ ഇത് 15 ആണ് കേട്ടോ. O 15 ആണ്. സോ ഇത് -1, ഇവിടുന്ന് ഇവിടത്തേക്ക് +3. അങ്ങനെയാണ് ഫസ്റ്റത്തെ കിട്ടുക. പിന്നെ SQ. എസിൻ്റെ വാല്യൂ എത്രയാണ്? S 19 ആണ്. Qൻ്റെ വാല്യൂ എത്രയാണ്? 17 ആണ്. Uൻ്റെ വാല്യൂ എത്രയാണ്? 21 ആണ്. ക്ലിയർ? 17 19 -2, ഇവിടത്തേക്ക് 4. ഇതാണ് സെക്കൻഡ്. ഇനി തേർഡ്, എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 12. അത് നമ്മൾ ഇങ്ങനെ എഴുതി നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. ആ വാല്യൂ ഏതാണ്? നമ്മൾ പെട്ടെന്ന് ആ വാല്യൂ എഴുതാം. 12. ജെൻ്റെ വാല്യൂ എത്രയാണ്? ജെൻ്റെ വാല്യൂ 10 ആണ്. എന്നിൻ്റെ വാല്യൂ എത്രയാണ്? N എന്ന് പറയുന്നത് 14 ആണ്. ക്ലിയർ? സോ എന്താ -2 + 4 ഇതും കിട്ടിയില്ലേ? ഇനി E. സോ ഇതും സെയിം ആയിരിക്കും. ആദ്യത്തെ മാത്രമാണ് തെറ്റ്. നമുക്ക് വെറുതെ ഒന്ന് ലാസ്റ്റത്തെയും കൂടെ എഴുതി നോക്കാം. E എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. C എന്ന് പറയുന്നത് എത്രയാണ്? 3. സോ -2. ഇനി G എന്ന് പറയുന്നത് എത്രയാണ്? ജീൻ്റെ വാല്യൂ എത്രയാണ്? 7. സോ +4. സോ നോക്കിയാൽ ഇത് 3ഉം സെയിം ആണ്. ഇത് മാത്രമാണ് തെറ്റ്. സോ ഇവിടെ നമ്മൾ എന്താ ആ വാല്യൂ പഠിച്ചു വെക്കുക. ഓരോ പൊസിഷൻ്റെയും വാല്യൂ. L എന്ന് പറയുമ്പോൾ നമുക്ക് 12 കിട്ടണം. H എന്ന് പറയുമ്പോൾ നമുക്ക് 8 കിട്ടണം. ഓക്കെ, അങ്ങനെ പെട്ടെന്ന് കിട്ടണം. അതായത് V എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടണം? V എന്ന് പറയുമ്പോൾ നമുക്ക് 22 ആണെന്ന് കിട്ടണം. മനസ്സിലായോ? അങ്ങനെ പെട്ടെന്ന് കിട്ടണം. അതുപോലെ ഇപ്പോൾ W എന്ന് പറഞ്ഞാൽ 23 ആണ്. M എന്ന് പറഞ്ഞാൽ 13 ആണ്. നമ്മൾ ഈ W എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? ഒരു 3ൻ്റെ ഷേപ്പില്ലേ? അപ്പോൾ W എഴുതുമ്പോൾ 23. അത് നേരെ തിരിച്ചിട്ട് M എഴുതുമ്പോൾ എത്രയാ? M എഴുതുമ്പോൾ 13. പിന്നെ V എന്ന് പറഞ്ഞാൽ V ഫോർ വിക്ടറി. അപ്പോൾ എന്താ നമ്മൾ ഇങ്ങനെ കാണിക്കില്ല? V
അപ്പോൾ വി എന്ന് പറഞ്ഞാൽ 22. ക്ലിയർ? അപ്പം അങ്ങനെ ഒരുപാട് ഷോർട്ട് കട്ട് ഉണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, എച്ച് നോക്കിയേ, ഇവിടെയും ക്ലോസ് ചെയ്തത് എന്താ 8 ആയില്ലേ? അപ്പം എച്ച് എന്ന് പറഞ്ഞാൽ 8. ഇനി ഐ ഇങ്ങനെ ഇട്ടില്ലേ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇട്ടാൽ 9 ആയില്ലേ? പൈ എന്ന് പറഞ്ഞാൽ 9. അങ്ങനെയാണ് ചെയ്യുന്നത്. ക്ലിയർ? ഇനി ജി നമ്മൾ ഇവിടെ ഒരു വര ഇടുന്നില്ലേ, അപ്പോൾ 7 ആയി. ജി എന്ന് പറഞ്ഞാൽ 7. ക്ലിയർ? ഇനി എഫ് എന്ന് പറഞ്ഞാൽ ഈ എഫിനെ നേരെ തിരിച്ചിട്ടാൽ, ഇങ്ങനെ ആയിട്ടില്ലേ, എഫിനെ നേരെ തിരിച്ചിട്ടാൽ എന്താ 6 കിട്ടും. ക്ലിയർ? അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ 6. അപ്പം അങ്ങനെ നമുക്ക് ഓരോ ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കാം. പിന്നെ നമ്മൾ ഇജോട്ടി എന്ന് പറയും, EJOTY 5, 10, 15, 20, 25. അപ്പോൾ ഇതുപോലുള്ള ഷോർട്ട് കട്ടും ഉണ്ട്. ക്ലിയർ? ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇങ്ങനെ നിങ്ങൾ തന്നെ ഷോർട്ട് കട്ട് ഉണ്ടാക്കുക, ഷോർട്ട് മെത്തേഡ് ഉണ്ടാക്കുക. ഇനി പി എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇത് ഞാൻ എഫ് ആണ് പറഞ്ഞത്, എഫ് എന്ന് പറഞ്ഞാൽ 6 എന്ന് പറഞ്ഞു. ഇനി പിയും ഇതുപോലെ തന്നെയല്ലേ എഴുതുന്നത്, അപ്പോൾ ഇത് 16 ആണ്. ക്ലിയർ? പിന്റെ 16 കിട്ടി, എഫ് ചെയ്താൽ 6 ആണ്. ഡബ്ല്യു എന്ന് പറയുന്നത് 23 ആണ്, എം എന്ന് പറഞ്ഞാൽ 13 ആണ്, വി എന്ന് പറഞ്ഞാൽ 2 ആണ്, എച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മേലെയും താഴെയും കണക്ട് ചെയ്യുമ്പോൾ 8 കിട്ടും, ഐ ആണെങ്കിലോ 9 കിട്ടും. ക്ലിയർ? ജി ആണെങ്കിൽ അടിയിൽ നമ്മൾ നോക്കുമ്പോൾ 7 കിട്ടും. ക്ലിയർ? അങ്ങനെ പിന്നെ ഇജോട്ടി എന്ന് പറഞ്ഞാൽ 5, 10, 15, 20, 25. ക്ലിയർ? അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഷോർട്ട് മെത്തേഡിലൂടെ നമുക്ക് എന്താ ഈ ലെറ്റേഴ്സിന്റെ നമ്പർ ഓർത്തിരിക്കുക. ക്ലിയർ? ആദ്യത്തെ 4 നിങ്ങൾക്ക് അറിയാമല്ലോ, എന്താ ABCD ഇതൊക്കെ അറിയാമല്ലോ. അതുപോലെ ലാസ്റ്റത്തെയും ചിലപ്പോൾ അറിയാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്താ ഇത് ഈ സെഷൻ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ഇതുപോലത്തെ സെഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് വീഡിയോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.